chocolate. പപ്പ ജെയിം ഇരിക്കുന്നു. കള്ളം പറഞ്ഞ പപ്പ നിന്നെ ശവാസനമാക്കും. ഈ മടി മാറ്റാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നല്ലൊരു ചൂരലെടുത്ത് മടിച്ചിരിക്കുന്ന ആളിന്റെ കാലിന് ഉഗ്രൻ അടി കൊടുത്താ മതി. അയ്യോ എന്റെ കാല്. എന്താ ജെയിം, കാലിനെന്ത് പറ്റി? അപ്പൊ ജെയിമിന് അറിയാം അല്ലേ നീ ഒരു മടിയനാണെന്ന്. ഞാൻ മടിയനൊന്നുമല്ല, ഞാൻ എന്തെല്ലാം ജോലികൾ ചെയ്യാറുണ്ട് വീട്ടിൽ. ശരി, ഇനി നമുക്ക് അല്പം ഇരിക്കാം. അല്ലെങ്കിൽ ഇരിക്കണ്ട പപ്പ, നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇരുന്ന പോരെ? വീട്ടിൽ എന്തൊക്കെ ജോലികൾ ചെയ്യും? ഞാൻ തുണികൾ മടക്കി വെക്കും. അത് ഞാനും ലുവായുമല്ലേ ചെയ്യാറ്? അതെ, പക്ഷെ 2 മാസം മുമ്പ് ഞാൻ ഒരു ടവൽ മടക്കി വെച്ചിരുന്നു. അതൊരു വലിയ ജോലി തന്നെയാ ടവൽ മടക്കുന്നത്. അങ്ങനെ പറഞ്ഞു കൊടുക്കൂ പപ്പ. പിന്നെ ജെയിം എന്തൊക്കെ ചെയ്യും? പിന്നെ ഞാൻ പറയാം. ജെയിം വളരെ നന്നായിട്ട് പറഞ്ഞു കൊടുക്കലുവായി. നന്നായിട്ട് ജെയിം വളരെ നന്നായിട്ട് ഫുഡ് കഴിക്കും. ജെയിം നമ്മളെക്കാളും അധികം ഉറങ്ങുകയും ചെയ്യും. അതൊക്കെ എന്തൊരു ബുദ്ധിമുട്ടാ അല്ലേ? ഹലോ പപ്പ, താങ്കൾ ഇതൊന്നും കേൾക്കുന്നില്ലേ? താങ്കളുടെ മകനെ ഇവർ കളിയാക്കുന്നു. കേട്ടല്ലോ. എന്നിട്ട് എന്താണ് താങ്കൾ പ്രതികരിക്കാത്തത്? പ്രതികരിക്കുകയാണെങ്കിൽ ആദ്യം താങ്കൾക്കിട്ട് 2 എണ്ണം തരികയാണ് വേണ്ടത്. നിങ്ങളോട് 3 പേരോടും ഞാൻ മിണ്ടില്ല. സന്തോഷം. ജെയിം പിണങ്ങിയല്ലോ. നമ്മളവനെ കുറച്ചധികം കളിയാക്കി പോയോ? അതെ പപ്പ, വാ നമുക്ക് സോറി പറയാം. സോറി ജെയിം. നിങ്ങൾ നല്ല കുട്ടികളാ, അതല്ലേ പപ്പയുടെ ഏറ്റവും വലിയ ഭാഗ്യം. ലവ് യു പപ്പ. ഓക്കെ, ഇനി എന്ത് വേണം? അല്പം കൂടെ നടക്കണോ, എക്സസൈസ് ചെയ്യണോ, അതോ വീട്ടിലേക്ക് പോണോ? വീട്ടിലേക്ക് ഇപ്പൊ പോവണ്ട പപ്പ. അതെ, നമുക്ക് കുറച്ചുകൂടി ഇവിടെ നിൽക്കാം. പപ്പ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു നിൽക്കാൻ നല്ല രസം. അയ്യടാ, പപ്പനെ കെട്ടിപ്പിടിച്ച് നിൽക്കാനല്ല, നമുക്ക് എന്തെങ്കിലും കളിക്കാം. എന്ത് കളിയാ നിങ്ങൾ കളിക്കാൻ പോകുന്നത്? അങ്ങനെയൊന്നുമില്ല, ചുമ്മാ എന്തെങ്കിലും കളി. പെട്ടെന്ന് വരുമെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യാം. പപ്പയ്ക്കൊന്ന് നേരത്തെ ഓഫീസിൽ പോകേണ്ടതാ. പപ്പ കളിച്ചോണ്ടിരിക്കുമ്പോ അങ്ങനെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്താൽ അത് കുട്ടികളുടെ മാനസിക ആരോഗ്യത്തെ ബാധിക്കും. തീർച്ചയായും. ഓ എന്റെ അമ്മോ, എങ്കിൽ ഇഷ്ടം പോലെ കളിച്ചോളൂ, മാനസിക ആരോഗ്യം തകർക്കണ്ട. എന്ന് വെച്ചാൽ അധികം വൈകരുത്. ബൈ. ഹായ് പൂമ്പാറ്റകൾ. എന്തൊക്കെ നിറത്തിലുള്ള പൂമ്പാറ്റകളാ? വാ, നമുക്ക് അവരോടൊപ്പം കളിക്കാം. ഹായ് ബട്ടർഫ്ലൈസ്. ഒരു ബ്ലൂ പൂമ്പാറ്റ. ഓറഞ്ച്. എനിക്ക് തരൂ ലുവായി, പ്ലീസ്. തനിച്ച് കഴിക്കല്ലേ, എനിക്കും തരൂ. എന്ത് തരാൻ? ഓറഞ്ച്. എന്താ നിങ്ങൾ ചിരിക്കുന്നത്? ഓറഞ്ച് ആപ്പിൾ ഒന്നും ഇല്ല സെയിം. ഓറഞ്ച് കളർ ബട്ടർഫ്ലൈ ഉണ്ടെന്നാ പറഞ്ഞത്. വെറുതെ ആശിച്ചു. ഇന്ന് പപ്പയോട് ഓറഞ്ച് കൊണ്ടുവരാൻ പറയണം. കൊതിയൻ. പപ്പ ഓറഞ്ച് കൊണ്ടുവന്നാൽ നിങ്ങൾക്കാർക്കും വേണ്ടല്ലോ. അയ്യോ, അത് പറ്റില്ല, എനിക്കും വേണം. കൊതിയല്ലാതെ 2 പേരും കണ്ടല്ലോ, സന്തോഷമായി. ഹായ് റെഡ് ബട്ടർഫ്ലൈ, ഞാൻ ഇതിനെ പിടിക്കട്ടെ ലാമി? വേണ്ട സെയിം, പിടിക്കണ്ട, പാവം ചത്തുപോകും. ഞാൻ കൊല്ലില്ല ലാമി, പതുക്കെ പിടിക്കുകയേ ഉള്ളൂ. വേണ്ട പിടിക്കണ്ട, നമുക്ക് ഇവരുടെ കൂടെ ഇങ്ങനെ കളിക്കാം. അതെ, ഹായ്, നല്ല രസം. ഇവർ കാണാതെ ഞാൻ പൂമ്പാറ്റ
നിൽക്കുന്നത്? കളിക്കുന്നില്ലേ? ഞാൻ കളിക്കുകയാ. ഓരോന്നിനെയും നോക്കി പഠിച്ച് കളിക്കുകയാ. ഭയങ്കരം തന്നെ. ഹായ്, എന്ത് വലിയ പൂമ്പാറ്റയാ ഇതിന്. പിടിക്കണം. എന്നെ പറ്റിച്ച് കടന്നു കളഞ്ഞോ? വിടില്ല ഞാൻ. നിൽക്കടാ അവിടെ, അവിടെ. ലാമി, ദേ സെയിം പൂമ്പാറ്റയെ പിടിക്കാൻ ഓടുന്നു. സെയിം, ഞാൻ പറഞ്ഞിട്ടില്ലേ ബട്ടർഫ്ലൈസിനെ പിടിക്കരുതെന്ന്. ലാമി, സെയിം നിന്നെ തല്ലാൻ വരികയാണോ? വരവ് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. ലാമി എന്താ പറഞ്ഞത്? ബട്ടർഫ്ലൈസിനെ പിടിക്കാൻ പാടില്ലെന്ന്. അതിനിത് ലാമിയുടേതല്ലല്ലോ. ഞാനിത് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും. ലാമി ആരാ ചോദിക്കാൻ? ഇവനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ചിലപ്പോ ആക്ടിംഗ് ആയിരിക്കും, നമ്മളെ പറ്റിക്കാൻ. മിണ്ടരുത്, രണ്ടുപേരും പോയേ പോ. ഇവിടെ ഞാൻ മാത്രം കളിച്ചാ മതി. പോ. സെയിം, ആക്ടിംഗ് ഞങ്ങൾക്ക് ഇഷ്ടമാ, പക്ഷെ ഓവർ ആക്ടിംഗ് ഇഷ്ടമല്ല. അതുകൊണ്ട് കൂടുതൽ ഓവറാക്കല്ലേ. ഇവനെന്താ ഇങ്ങനെ ലാമി? ആ, ഞാൻ ഇങ്ങനെയാ. ഇതെന്താ ജയിലോ? അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അവിടേക്ക് പോവരുത്, ഇവിടേക്ക് പോവരുത്. സെയിം, നീ ഇഷ്ടമുള്ളതുപോലെ ചെയ്യ്, ഞങ്ങള് പോവാ. നല്ല രസമായിരുന്നു. എല്ലാം നശിപ്പിച്ചു ഈ സെയിം. വാ ലാമി. ദേ, എന്നെ കൂട്ടാതെ പോയാലുണ്ടല്ലോ ഇടിച്ച് ഞാൻ. ഇവനെന്താ ആ മക്കളുടെ സ്വഭാവം? ആ, സെയിം വരുന്നുണ്ടെങ്കിൽ വാ. വരുന്നില്ല. ലാമി എന്ത് ചെയ്യും? വാ ലാമി, അവനവിടെ ഇരിക്കട്ടെ. അതെ, ബുള്ളി വരുന്ന വഴിയാ, ഇവിടെ ഇരിക്കട്ടെ. അത് ശരി, എന്നെ പുള്ളിയെ കൊണ്ട് കുത്തിക്കാനുള്ള പരിപാടിയാണല്ലേ? അങ്ങനെ ഇപ്പൊ വേണ്ട. എല്ലാത്തിനും ഇടിച്ച് പപ്പടമാക്കാൻ തോന്നുന്നു. ആ, ഇത്ര പെട്ടെന്ന് വന്നോ? സെയിം എവിടെ? ഞങ്ങളില്ല ഇനി അവന്റെ കൂടെ കളിക്കാൻ. എന്താ, എന്തു പറ്റി? വഴക്കിട്ടോ? അവൻ ചുമ്മാ വഴക്കിന് വരുന്നു പപ്പാ. ഭയങ്കര ദേഷ്യം. എന്നിട്ട് എവിടെ? പിറകിൽ വരുന്നുണ്ടായിരുന്നു. വഴിയിൽ ആ ലോറൻസ് അങ്കിളിനെ ചീത്ത വിളിക്കുകയും ചെയ്തു. അയ്യോ, അതെന്തിനാ? ഒരു കാര്യമില്ലാതെയാ അങ്കിളിനെ ചീത്ത വിളിച്ചത്. ഇങ്ങ് വരട്ടെ. സെയിം, ഇങ്ങ് വരൂ. വരികയല്ലേ? നീ ലോറൻസ് അങ്കിളിനെ ചീത്ത വിളിച്ചോ? ഓ, അപ്പയൊക്കെ ഇവിടെ വന്ന് പറഞ്ഞോ? പിന്നെ പറയണ്ടേ? മുതിർന്നവരെ ബഹുമാനിക്കണമെന്നല്ലേ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഓ, എനിക്ക് ബഹുമാനത്തിരി കുറവാ. സെയിം, ഈ സംസാരം ശരിയല്ല കേട്ടോ. ദേ, എല്ലാവരും കൂടെ രാവിലെ തന്നെ എന്നെ തിന്നാൻ വന്നാലുണ്ടല്ലോ. നിങ്ങൾ ഹാപ്പിയെ വിളിച്ച് കാര്യം പറ. അവൻ എന്തോ ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ട്. ഹാപ്പി വിചാരിച്ച സംഗതി അറിയാം. ഓക്കേ പപ്പ. ഹിപ് ഹോപ്പ് ഹാപ്പി ഹാപ്പി ബൂം. ഹായ് ഫ്രണ്ട്സ്. ഹാപ്പി, സെയിമിന് ഭയങ്കര ദേഷ്യം. എല്ലാവരെയും ചീത്ത വിളിക്കുന്നു. ഞങ്ങൾ പുഴത്തീരത്ത് പൂമ്പാറ്റകളോടൊപ്പം കളിക്കായിരുന്നു. പെട്ടെന്ന് അവന്റെ സ്വഭാവം മാറിയത്. പൂമ്പാറ്റകളോടൊപ്പം കളിച്ചപ്പോ സ്വഭാവം മാറിയോ? എങ്കിൽ ആ, ഞാനൊന്ന് നോക്കട്ടെ. ഹിപ് ഹോപ്പ് ഫ്ലാഷ് ബാക്ക്. പേടിക്കണ്ട, ആംഗ്രി ബട്ടർഫ്ലൈയെ തൊട്ടതുകൊണ്ടുള്ള കുഴപ്പാ. ആംഗ്രി ബട്ടർഫ്ലൈ? യെസ്, സെയിമിന്റെ നെറ്റിയിൽ അതിന്റെ കളർ ആയിട്ടുണ്ട്. അത് തുടച്ചു കളയണം. ഹായ് സെയിം. ഒന്ന് പോടോ, അവന്റെ ഒരു ഹായ്. ഹായ് ഹാപ്പി. ഇതെപ്പോ വന്നു? ഇപ്പൊ വന്നതേ ഉള്ളൂ. സെയിം, നിന്റെ ദേഷ്യമെല്ലാം മാറിയോ? ദേഷ്യമോ? എനിക്കോ? എപ്പോ? പാവം, ഒന്നും അറിയില്ല. ആ ലോറൻസ് അങ്കിൾ വരുമ്പോ എല്ലാം അറിഞ്ഞോളും. ലോറൻസ് ചേട്ടനോ? അതെ, സെയിം അങ്ങനെ ചുമ്മാ ചീത്ത വിളിച്ചില്ലേ? അയ്യോ, ഇപ്പൊ ഓർമ്മ വന്നു. ശോ, ഞാൻ പോയി സോറി പറഞ്ഞിട്ട് വരാം. ഹാപ്പി കിഡ്.